നമസ്കാരം, ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 15 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. നഴ്സുമാരുടെ സംഘടന INMO സമര വോട്ടെടുപ്പിലേക്ക്. അയർലൻഡിലെ നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും സംഘടനയായ INMO സമരം ഉൾപ്പെടെയുള്ള വ്യവസായ നടപടികൾക്കായി വോട്ടെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ജൂൺ 30 പൊതുമേഖലാ ശമ്പള കരാർ അവസാനിച്ചെങ്കിലും പുതിയ കരാറിനായുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഉയർന്നുവരുന്ന ജീവിത ചെലവിനനുസരിച്ചുള്ള ശമ്പള വർധനയും നടപ്പാക്കാത്ത കരാറുകൾ നടപ്പാക്കണമെന്നും INMO ആവശ്യപ്പെട്ടു. കെറിയിൽ കാട്ടുതീ, ദേശീയോദ്യാനത്തിന് നാശം. കില്ലാർണി നാഷണൽ പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം 15 ഹെക്ടർ ഭൂമി കത്തിനശിച്ചു. പിന്നീട് 5 മൈൽ ബ്രിഡ്ജ് മേഖലയിലും വലിയ തീപിടുത്തമുണ്ടായി. മോൾസ്ക്യാപ് റോഡ് അടച്ചു. ചൂടുമൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോർസ് മുൾച്ചെടികൾക്ക് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഫയർ സർവീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. 6 ആഴ്ചത്തെ ഹോസ് പൈപ്പ് നിരോധനം ഇന്നു മുതൽ. ഡബ്ലിൻ, വിക്ലോ, വെക്സ്ഫോർഡ്, മീത്ത്, കിൽഡെയറിന്റെ ചില ഭാഗങ്ങൾ, സൗത്ത് ടിപ്പററി എന്നിവിടങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഓഗസ്റ്റ് 26 വരെ ഹോസ് പൈപ്പ് നിരോധനം പ്രാബല്യത്തിൽ വന്നു. തോട്ടം നനയ്ക്കൽ, കാർ കഴുകൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഹോസ് പൈപ്പ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. ചില ഐറിഷ് ബീച്ചുകളിൽ ജെല്ലി ഫിഷ് മുന്നറിയിപ്പ്. ചില കടൽ തീരങ്ങളിൽ വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ജെല്ലി ഫിഷുകൾ കണ്ടതായ റിപ്പോർട്ടുകൾ. നീന്താൻ പോകുന്നവർ, പ്രത്യേകിച്ച് കുട്ടികളുള്ള കുടുംബങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. വീടുകളുടെ വില 6.2% ഉയർന്നു. CSO കണക്കുകൾ പ്രകാരം മെയ് വരെ ഒരു വർഷത്തിനിടെ അയർലൻഡിൽ വീടുകളുടെ വില 6.2% ഉയർന്നു. ലിമറിക്കിൽ യുവതിയുടെ കൊലപാതകം, സ്ത്രീയും കൗമാരക്കാരിയും പ്രതികൾ. ലിമറിക്കിൽ സ്കാർലറ്റ് ഫോക്നർ എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 40 വയസ്സുള്ള ഒരു സ്ത്രീയെയും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൊലപാതക കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കി. കേസ് ഇപ്പോൾ നിയമ നടപടികളിലാണ്. ഡബ്ലിനിൽ ഗതാഗത നിയന്ത്രണം. യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻസി പരിപാടികളുടെ ഭാഗമായി വെള്ളിയാഴ്ച വരെ ഡബ്ലിൻ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് അടച്ചിടലുകളും ട്രാഫിക് നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും. സ്കൂട്ടറുകൾക്ക് സമ്പൂർണ്ണ നിരോധനം വേണമെന്ന് ഗാഡ കമ്മീഷണർ ജസ്റ്റിൻ കെല്ലി പൊതു റോഡുകളിൽ സ്കൂട്ടറുകൾക്ക് പൂർണ്ണ നിരോധനം കൊണ്ടുവരുന്നതിനെ താൻ പിന്തുണയ്ക്കുന്നുവെന്ന് അറിയിച്ചു. ഓൾ അയർലൻഡ് ഹർലിംഗ് ഫൈനലിന് ആവേശം. ഈ വർഷത്തെ ഓൾ അയർലൻഡ് ഹേർലിംഗ് ഫൈനൽ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഗാൾവേ വേഴ്സസ് ലിമറിക് എന്നതാണ് ഫൈനൽ പോരാട്ടം. ഗാൾവേ 2017 ശേഷം ആദ്യ കിരീടം ലക്ഷ്യമിടുമ്പോൾ ലിമറിക് സമീപകാലത്തെ മികച്ച പ്രകടനം തുടരാൻ ശ്രമിക്കുന്നു. 2030 HIV പകർച്ച അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യം നടക്കില്ല. HIV അയർലൻഡ് റിപ്പോർട്ട് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ 2030 പുതിയ HIV പകർച്ച അവസാനിപ്പിക്കുമെന്ന സർക്കാർ ലക്ഷ്യം കൈവരിക്കാൻ സാധ്യത കുറവാണ്. ഡബ്ലിൻ എയർപോർട്ട് നിരക്കുകൾ 15% കുറയ്ക്കാൻ പദ്ധതി. ഡബ്ലിൻ എയർപോർട്ടിന് എയർലൈൻസുകളിൽ നിന്ന് ഈടാക്കാവുന്ന ഫീസ് അടുത്ത വർഷം 15% കുറയ്ക്കാൻ റെഗുലേറ്റർ പദ്ധതിയിടുന്നു. റയാനെയർ വിമാന സംഭവത്തിൽ സമഗ്ര അന്വേഷണം. ഗ്രീസ് ജർമ്മനി സർവീസിലുണ്ടായ എഞ്ചിൻ തകരാറിനെ തുടർന്ന് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ റയാനെയർ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു. ടുസ്ലയ്ക്ക് കുട്ടികളുടെ സുരക്ഷാ പരാതികൾ 10% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവുമായി ബന്ധപ്പെട്ട റഫറലുകൾ 10% വർദ്ധിച്ചതായി ടുസ്ല അറിയിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ 20% ഫീസ് ഈടാക്കുമെന്ന നിർദ്ദേശത്തിൽ നിന്ന് ട്രംപ് പിന്മാറി. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്ന കപ്പലുകളിൽ 20% ഫീസ് ചുമത്തുമെന്ന നിർദ്ദേശത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി. പകരം ഗൾഫ് രാജ്യങ്ങളുമായി നിക്ഷേപ കരാറുകൾക്ക് മുൻഗണന നൽകുമെന്ന് അറിയിച്ചു. നൈജൽ ഫാരേജിനെതിരെ വധഭീഷണി, ഒരാൾ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവ് നൈജലിനെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വനിതാ ലോകകപ്പ് സെമി ഫൈനൽ ഇന്ന്. ഇംഗ്ലണ്ട് ഇന്ന് അർജന്റീനയെ നേരിടും. വിജയിക്കുന്ന ടീം ഫൈനലിൽ സ്പെയിനിനെ നേരിടും. നോർത്തേൺ അയർലൻഡിലെ മാതാപിതാക്കൾക്ക് വേനലവധി സമ്മർദ്ദമുണ്ടാക്കുന്നു. പുതിയ പഠനമനുസരിച്ച് 90%-ലധികം മാതാപിതാക്കൾക്ക് വേനലവധി സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായി കണ്ടെത്തി. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.